മറ്റൊരു വാർത്തയിലേക്ക് പോകാം. തിരുവനന്തപുരം ജില്ലാ ആശുപത്രിയിലെ ക്യാന്റീൻ അടച്ചുപൂട്ടിയതോടെ ദുരിതത്തിലായ രോഗികൾക്ക് സൗജന്യ കഞ്ഞിയൊരുക്കി CITUവും ഓട്ടോ തൊഴിലാളികളും. പാചകവാതകക്ഷാമം രൂക്ഷമായതിനെ തുടർന്ന് ആശുപത്രിയിലെ ക്യാന്റീനും സമീപത്തെ ഹോട്ടലുകളും അടച്ചുപൂട്ടുകയായിരുന്നു. ഇതോടെയാണ് ആശുപത്രിയുടെ അഭ്യർത്ഥന പ്രകാരം രോഗികൾക്കായി സൗജന്യ കഞ്ഞി ഒരുക്കിയത്. പാചകവാതകക്ഷാമം രൂക്ഷമായതോടുകൂടി തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലെ ക്യാന്റീനും അത് സമീപത്തുള്ള മറ്റ് ഹോട്ടലുകളെല്ലാം അടച്ചുപൂട്ടിയിരിക്കുകയാണ്. അതോടുകൂടിയാണ് ഇപ്പോൾ CITയുടെ നേതൃത്വത്തിൽ ആശുപത്രിയുടെ മുൻവശത്ത് ഇപ്പോൾ കഞ്ഞി വിതരണം, കഞ്ഞി ഇവിടെ തന്നെ ഉണ്ടാക്കിയിട്ട് അവിടുന്ന് തന്നെ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും CITയുടെ നേതൃത്വത്തിൽ ഇപ്പോൾ വിതരണം ചെയ്യുകയാണ്. അതിന്റെ ദൃശ്യങ്ങളാണ് നമുക്ക് കാണുന്നത്. അതിന്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് കിടക്കാം. എങ്ങനെയാണ് ഈ ഒരു ആശുപത്രി തന്നെ ആവശ്യപ്പെട്ടാണോ അല്ലെങ്കിൽ CITയുടെ നേതൃത്വത്തിൽ? അല്ല, ആശുപത്രി അധികാരികൾ ഇങ്ങനെ ഒരു സജഷൻ വെച്ചു. കാരണം ഒന്ന് ഓപ്പറേഷൻ കഴിഞ്ഞ് കഴിയുന്ന രോഗികൾക്ക് പൊടിയരിക്കഞ്ഞി കൊടുക്കണം, ചൂടുവെള്ളം കിട്ടുന്നില്ല, ആശുപത്രിയിലെ ക്യാന്റീൻ അടച്ചു, സമീപങ്ങളിൽ പുറത്തുള്ള കടകൾ അടച്ചു. അപ്പോൾ സ്വാഭാവികമായിട്ടും പൊടിയരിക്കഞ്ഞി കിട്ടാത്തൊരവസ്ഥ വന്നു. അപ്പോൾ ആശുപത്രിയിലെ അധികാരികൾ ഒരു അഭ്യർത്ഥന ചോദിച്ചിങ്ങനെ കഞ്ഞി വെച്ച് കൊടുക്കാൻ പറ്റി സാധിക്കുമെന്ന് ചോദിച്ചു. അത് ഇവിടുത്തെ CIT ചുമട്ടുതൊഴിലാളികളും അതോടൊപ്പം തന്നെ ഓട്ടോറിക്ഷ തൊഴിലാളികളും അത് ഏറ്റെടുത്തു. ഇത് മൂന്നാം ദിവസമാണ്. ആദ്യം നമ്മൾ 12:30ക്കാണ് കൊടുത്തത്. അപ്പോൾ ആശുപത്രിയിൽ നിന്ന് വിളിച്ചു പറഞ്ഞാൽ 12:30 10:00 ഓപ്പറേഷൻ കഴിഞ്ഞ ആളുകൾക്ക് കഞ്ഞി കൊടുക്കണം ICUലൊക്കെ. അപ്പോൾ അങ്ങനെ കൊടുത്താൽ നന്നായിരിക്കും. ഇപ്പോൾ ഇന്ന് മുതൽ നമ്മൾ 10:30 ആദ്യം 6 കിലോ അരി ഇട്ടു, കുറച്ച് മിച്ചം വന്നു, നമുക്ക് അറിഞ്ഞൂടല്ലോ, മിച്ചം വന്നു. ഇപ്പം രണ്ടാം ദിവസമായപ്പോൾ നമ്മൾ ക്രമപ്പെടുത്തി 4 കിലോ പൊടിയരിയാണ് ഇപ്പോൾ ഇടുന്നത്. ഈ തൊഴിലാളികളുടെ അധ്വാനത്തിന്റെ ഒരു വിഹിതം കൊണ്ടാണ് ഈ പൊടിയരിയും നാരങ്ങയൊക്കെ വാങ്ങിച്ച് സൗജന്യമായിട്ട് ഇതിപ്പം നൽകുന്നത്. ഇന്ന് രാവിലെ ആയപ്പോൾ ഇവിടുത്തെ സ്റ്റാഫ് തന്നെ നമുക്ക് 5 കിലോ പൊടിയരി വാങ്ങിച്ചു തന്നു. അപ്പോൾ അങ്ങനെ ഇതിപ്പം നിലവിൽ തുടർന്നു പോകാനാണ് ആലോചിക്കുന്നത്. വെച്ചാൽ ഗ്യാസിന്റെ ക്ഷാമം കാരണം കടകൾ പൂട്ടിയപ്പോൾ വരുന്ന രോഗികൾക്ക് ഒരു ബുദ്ധിമുട്ട് വരാൻ പാടില്ല. അതുകൊണ്ട് തന്നെ ഇത് തുടർന്നു പോകാൻ ഒരു സഹായമായി, ഒരു ആശ്വാസമായി, അവർക്ക് ഒരു ആശ്വാസമായി തുടർന്നു പോകാനാണ് ഇവിടുത്തെ CIT തൊഴിലാളികൾ തീരുമാനിച്ചിട്ടുള്ളത്. എങ്ങനെയുണ്ട് രോഗികളുടെ ഭാഗത്തുള്ള പ്രതികരണം? എങ്ങനെയാണ്? നല്ല അഭിപ്രായം. അവർക്ക് വല്ല വെളിയിൽ കഞ്ഞിയും നാരങ്ങ വാങ്ങിയാൽ 30 രൂപയാവും. ഇത് സൗജന്യമായിട്ട് ഈ അവസരം അല്ലെ വീട്ടിൽ നിന്ന് അവർ കൊണ്ടുവരുമ്പോൾ തന്നെ ചൂട് പോയി അറിയാലോ. ജില്ലയിലെ പല ഭാഗത്തുള്ള ആളുള്ള സാധാരണക്കാരാണ് ഈ ജില്ലാ ആശുപത്രിയിൽ ആശ്രയിക്കുന്നത്. അപ്പം സ്വാഭാവികമായിട്ട് അവർക്ക് ഇത് കൊടുക്കുന്നത്, ചൂട് കഞ്ഞി കൊടുക്കുന്നത് അവർക്ക് ഒരു വലിയ ആശ്രയം തന്നെ. അത്തരത്തിലാണ് ഈ പാചകവാതക പ്രതിസന്ധി ആശുപത്രികളെയും ബാധിച്ചു തുടങ്ങിയിരിക്കുകയാണ്. അതിന്റെ ഒരു പരിഹാരം എന്നോണമാണ് ഇപ്പോൾ CITയുടെ നേതൃത്വത്തിൽ ജനറൽ ആശുപത്രിക്ക് മുൻവശത്ത് കഞ്ഞി ഒരുക്കിയിരിക്കുന്നത്. ക്യാമറാമാൻ വിനോദിനോടൊപ്പം സാരംഗ് സുധാകരൻ, News 18 തിരുവനന്തപുരം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.